ബ്രേക്കിംഗ് പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോകൾ മോർഫ് ചെയ്ത് അശ്ലീല കണ്ടന്റുകൾ ചേർത്ത് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. രാമനാട്ടുകര സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസിനെതിരെ പരപ്പര. ഇന്നലെ രാവിലെ തൊട്ട് റിപ്പോർട്ടർ ചാനൽ ഒരു കേസിന്റെ പുറകിലാണ്. മലപ്പുറം സ്വദേശി നിതിൻ മോഹൻദാസ് ആണ് പ്രതി. കേസ് ഇൻസ്റ്റാഗ്രാമിലെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് ടെലിഗ്രാം ചാനൽ ഇട്ടു, അതേപോലെ തന്നെ അത് വിൽക്കാൻ വേണ്ടി ശ്രമം നടന്നു എന്നുള്ളതാണ് കേസ്. രാമനാട്ടുകര സ്വദേശിയായ പെൺകുട്ടി സാന്ദ്ര എന്ന പെൺകുട്ടിയാണ് ഇവക്കെതിരെ ഇവനെതിരെ ഈ കേസ് കൊടുക്കുന്നത്. ഇപ്പം ഇതിലെ ഒരു ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ നമ്മളെ ഫാമിലീസ് മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ വൈഫ് ആയിക്കോട്ടെ, നമ്മുടെ അമ്മ ആയിക്കോട്ടെ, നമ്മുടെ പെങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അവര് പേഴ്സണലായിട്ട് ഇടുന്ന വാട്സപ്പ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോസ്റ്റ്, ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റ് ഒക്കെ ഏതോ ഒരുത്തൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് മോർഫ് ചെയ്തിട്ട് അത് നഗ്നചിത്രാക്കിയിട്ട് മാറ്റിയിട്ട് ഈ ടെലിഗ്രാം ചാനലിലേക്ക്, ഇതിനായിട്ടുള്ള കുറെ ചാനൽ ഉണ്ടല്ലോ ടെലിഗ്രാമിൽ. ഇത് മുമ്പേ ഞാൻ ഒരു ഈഗിൾ ഗെയിമിംഗ് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. സ്വന്തം വീട്ടിൽ, അതും ചെറിയ വയസ്സുള്ള ചെക്കനാ, ഒരു 15 വയസ്സുള്ള ചെക്കനാ. സ്വന്തം അമ്മേന്റെ ഫോട്ടോ, സ്വന്തം പെങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഈ പൈസക്ക് വേണ്ടിയിട്ട് ആ ഫോട്ടോ ടെലിഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. നമ്മുടെ ഈ സമൂഹം ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ അതപ്പതിച്ചു കഴിഞ്ഞു. നമുക്കതിന്റെ ബാക്കിയുള്ള, ഞാൻ ഈ കേസിലേക്ക് വരുമ്പോൾ അതിന്റെ ബാക്കിയുള്ള ന്യൂസ് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രചരിക്കുന്നതായി പരാതിക്കാരിയായ സാന്ദ്ര റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ലൈംഗിക ചുവയോടെ കൂടിയുള്ള സന്ദേശങ്ങളും ഫോട്ടോകളും ദൃശ്യങ്ങളും പങ്കുവെക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഒരു വലിയൊരു പ്രശ്നത്തിന്റെ പുറത്ത് മെന്റലി ഭയങ്കര ഡൗൺ ആണ്. ഞാൻ മാത്രമല്ല, എന്റെ പുറകിൽ കുറെ പെൺകുട്ടികളുണ്ട്, കുറെ അമ്മമാരുണ്ട്, കുറെ കുഞ്ഞു മക്കളുണ്ട്. എല്ലാവരും മെന്റലി ഒട്ടും സ്റ്റേബിൾ അല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. കാരണം നമ്മളെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ പെൺകുട്ടികളുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് അത് ടെലിഗ്രാമിലെ തന്നെ പല പല ഗ്രൂപ്പുകളിലേക്കും ന്യൂഡാക്കിയും ഹാഫ് ന്യൂഡൊക്കെ ആക്കിയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ പറ്റിയിട്ട്, ഒരു ക്രിമിനലാണ്. അവന്റെ പേര് നിതിൻ മോഹൻദാസ് എന്നാണ് പേര്. അവൻ വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശിയാണ്. ഇവൻ വളരെ വലിയ വിധത്തിലുള്ള ഒരു ഒഫൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 1000-ഓളം പെൺകുട്ടികളുടെ ഫോട്ടോസ് ആ ഒരു ഗ്രൂപ്പിനകത്തുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഇവൻ പിന്നെ പെയ്ഡ് ആയിട്ടും ഉണ്ട്. അതിൽ 2-3 സ്ക്രീൻഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൽ ഇത് DM ഫോർ പ്രൊമോഷൻ ഓൺലി, പെയ്ഡ് പ്രൊമോഷൻ ഓൺലി, പെയ്ഡ് ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ക്രീൻഷോട്ട്സ് പിന്നെ ഞാൻ റെഫറൻസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ പൈസ മേടിച്ചിട്ടും പൈസ മേടിക്കാതെയും പിന്നെ പെൺകുട്ടികളുടെ ഫോട്ടോസ് അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഇവന്റെ റിലേറ്റീവ്സ് ഉണ്ട്, ഇവന്റെ അയൽവാസികളുണ്ട്, ഇവനെ അറിയുന്ന എല്ലാ ആൾക്കാരും ഉണ്ട്, കുഞ്ഞു മക്കളുണ്ട്, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു 8 പെൺകുട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കേസായിട്ട്. അതിൽ പോക്സോ ഉണ്ട്. ഇവന്റെ ഒക്കെ ഉണ്ടല്ലോ, ഇവന്റെ ഒക്കെ സാമാനം സോനെ അങ്ങ് ചെത്തിക്കളയണം. അതാണ് ബെസ്റ്റ് മരുന്ന്. ഇവനൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാ ഇവന്റെ ഒക്കെ വീട്ടുകാർ ഇവന്റെ കൂടെ താമസിക്കാന്ന്. ഇവൻ എടുത്ത ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മോർഫ് ചെയ്ത് കൊടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് അവന്റെ ബന്ധുക്കളുടേത്, അവന്റെ ഫ്രണ്ട്സുകളുടേത്, അതേപോലെ തന്നെ അയൽ വീട്ടില് താമസിക്കുന്നവരെ ഫോട്ടോ. ഇവരൊക്കെ നമ്പർ ഉണ്ടാവില്ല ഇവന്റെ കയ്യിൽ. എന്തായാലും നമ്മുടെ അയൽ വീട്ടുകാരെ നമ്പർ ഉണ്ടാവും, ഫ്രണ്ട്സുകളുടെ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ വീട്ടുകാരുടെ നമ്പർ ഉണ്ടാവും. ഇവരിടുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ കിട്ടും. ഇതൊക്കെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മോർഫ് ചെയ്തിട്ട് ടെലിഗ്രാം ചാനലിലേക്ക് വിൽക്കാം. ഇതിന് ആവശ്യക്കാരും ഉണ്ട്. അതാണ് ഞെട്ടിപ്പിക്കുന്ന വേറൊരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊക്കെ ശരിക്കും ഒരു ഞരമ്പ് രോഗി ആയിട്ട് പറയുന്നത്. ഇതൊരു മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ ഫോണ് കണ്ടെടുത്തപ്പോ പോലീസുകാർ പോലും ഞെട്ടിയെന്നാ പറയുന്നത്. 800-ൽ കൂടുതലും പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ഫോട്ടോ ഇവന്റെ ഫോണിൽ ഉണ്ട് എന്നാണ് ന്യൂസിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് ബാക്കി ന്യൂസും കൂടി കേട്ടിട്ട് വരാം.
800-ൽ കൂടുതൽ പെൺകുട്ടികളുടെ ഫോട്ടോകളാണ് നിതിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയത്. കഴിഞ്ഞ 11-ാം തീയതി എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ടാണ് ഞാനിത് അറിയുന്നത്. മാർച്ച് 29-ാം തീയതി ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ. അപ്പം എൻ്റെ ഫോളോവർ തന്നെ ആയിട്ടുള്ള ഒരു നിതിൻ മോഹൻദാസ് എൻ്റെ ഫാമിലി മെമ്പറാണ്, ഒരു അകന്ന ബന്ധുവാണ്. വള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള നിതിൻ മോഹൻദാസ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. നിതിൻ മോഹൻദാസ് എന്ന് പറഞ്ഞ കുട്ടി ഈ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. ആ ഗ്രൂപ്പിൽ ഞാനടക്കം ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസും വീഡിയോസ് അടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങൾക്കും. സോണൽ, അപ്പോൾ ഈ പ്രതി ചില്ലറക്കാരനല്ല, നിതിൻ വേറെ ഇടത്തും ഈ രൂപത്തിൽ പരാതിക്കിടയാക്കിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗ്രൂപ്പിലേക്ക് പെൺകുട്ടികളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെയും അടക്കം പടങ്ങൾ അയാൾക്കറിയുന്ന അല്ലെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ പെൺകുട്ടികളുടെയും പടങ്ങൾ അതിലേക്ക് കയറ്റുകയാണ്. 800 പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഉണ്ടെന്നാണ് അറിയാനാകുന്നത്. സോണൽ, ആ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ 2 പരാതികൾ വന്നിട്ടും എന്താണ് നിതിനെ അറസ്റ്റ് ചെയ്യാത്തത്? സോണൽ, പ്രധാനമായി പറയേണ്ടത് ഈ നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന യുവാവിന് 25 വയസ്സ് മാത്രമാണ് പ്രായം. കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോടടുത്ത് ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഇയാൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 25 വയസ്സായിട്ടേ ഉള്ളൂ. അത് സ്വന്തം ഒരു ബന്ധുവിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക എന്ന് പറയുന്നത് എന്ത് തരം മാനസിക രോഗം? അവന്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സായിരിക്കും അവൻ്റെത്? അതുപോലെ തന്നെ കുട്ടികളുടെ ഫോട്ടോ ഉണ്ടെന്നാണ് ന്യൂസ് ഇവിടെ പറയുന്നത്. ഇതിപ്പോ ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇത് സാധാരണക്കാർക്ക് മാത്രമല്ല, സെലിബ്രിറ്റികളുടെ ഫോട്ടോ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡിങ് വന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാല് ഇങ്ങനെയുള്ളവരത്, പിന്നെ സാധാരണ വീട്ടിൽ പണിയെടുക്കുന്ന അമ്മമാരുടേതും പെങ്ങന്മാരുടെയും ഫോട്ടോ എടുത്തിട്ട് വിൽക്കുക, ഇങ്ങനെയുള്ളതാണ്. ഇതിപ്പം പിന്നെ ഈ നാട്ടിൽ ലോക്കലായിട്ട് നടന്നിട്ട് വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ഈ ഫേക്ക് IP അഡ്രസ് ഉപയോഗിച്ചിട്ടും നടന്നു വരുന്നുണ്ട്. ഇപ്പം ഈ 1 കൊല്ലത്തിനുള്ളിൽ പിന്നെ ഈ സെലിബ്രിറ്റികളുടെ കേസ് പറയുകയാണെങ്കിൽ ഈ 1 വർഷത്തിനിടയിൽ 3ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് കേസുകളുണ്ടാവും. അതിൽ സംബന്ധിച്ച് 3 കേസിൽ 1 കേസിൽ മാത്രമേ പ്രതിയെ പിടിച്ചിട്ടുള്ളൂ. നമുക്ക് ആ ന്യൂസും കൂടി ഒന്ന് കേൾക്കാം. റിപ്പോർട്ടർ ബ്രേക്കിംഗിൽ സാധാരണക്കാർ മാത്രമല്ല, സെലിബ്രിറ്റികളും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വ്യാപകമായി ഇരയാകുന്നുണ്ട്. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് 1 വർഷത്തിനിടെ 3 നടിമാരാണ് ഇതിനകം പരാതി നൽകിയത്. എന്നാൽ ഒരു കേസിൽ മാത്രമാണ് പ്രതികൾ പിടിയിലായിട്ടുള്ളൂ. വ്യാജ വിദേശ IP അഡ്രസ് ഉപയോഗിച്ച് കുറ്റകൃത്യം നടത്തിയതാണ് മറ്റു 2 കേസുകളിലും പ്രതികളെ പിടികൂടാൻ തടസ്സമാകുന്നത്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ വിദേശത്തു നിന്നും ഈ ക്രൈമിൽ ഏർപ്പെടുന്ന നിരവധി മലയാളികളുണ്ട്. അവരെയൊന്നും പിടിക്കാൻ പറ്റില്ല എന്നാണോ ഇപ്പോൾ സൈബർ പോലീസ് പറയുന്നത്? ഇപ്പോൾ സെലിബ്രിറ്റികളും വലിയ രീതിയിൽ ഇരകളാകുന്നു എന്നുള്ള വിവരം വരുമ്പോൾ ഒരു കേസിൽ മാത്രമാണോ ഇതിൽ പ്രതി പിടിയിലായിട്ടുള്ളത്? ശരൺ, പിന്നെ ഈ നിതിൻ മോഹൻദാസിന്റെ കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് അവനെ അറസ്റ്റ് ചെയ്യില്ല, പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിന് ശേഷം അതിന്റെ കൂടുതലായിട്ട് വിട്ടയക്കുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയപരമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി വിനയൻ മാഷ് എന്ന് ആള് വിളിച്ചു പറഞ്ഞിട്ടാണ് അവനെ പോലീസിൽ നിന്ന് വിട്ടയച്ചു എന്ന് പറഞ്ഞു. ഫോണും തിരികെ കൊടുത്തു എന്നാ പറയുന്നത്. ഏത് കോത്തായത്തിലെ രാഷ്ട്രീയ നേതാവായി കഴിഞ്ഞാലും ഏത് കോണത്തിലെ മാഷായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കേസുകൾക്ക് ഒക്കെ എന്തിനാണ് ഇടപെടണേ? അവന് ശിക്ഷയാണ് വാങ്ങിക്കൊടുക്കേണ്ടത്, അവനെ ഇറക്കാനല്ല നോക്കേണ്ടത്. ഇപ്പൊ അവന് ഫോണ് തിരികെ കൊടുത്തു കഴിഞ്ഞാല് അവൻ ആ ഫോണ് പിന്നെ നശിപ്പിക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. പോലീസ് ഇങ്ങനെയുള്ള കേസിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് ഇങ്ങനെയുള്ളവരെ ഉന്മൂലനം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇവര് വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുകയും പിന്നെ വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പം വേറൊരു ന്യൂസ് ഞാൻ ഇതിനിടക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഇതേ മോർഫിംഗ് സംഭവത്തിൽ ഒരു കേസ് കൊടുത്തതിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ബെയിലിനോ ജാമ്യത്തിലോ ആയിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഇവൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്ത ഒരു ജനപ്രതിനിധിന്റെ, ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്തിന്റെ സംബന്ധമായിട്ടുള്ള ഏതോ ഒരു ജനപ്രതിനിധിന്റെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ഒരു മാനസിക രോഗമാണ്. ഇതിനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇതില് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെലിഗ്രാമില് മാക്സിമം ആൾക്കാരൊക്കെ ടെലിഗ്രാം യൂസ് ചെയ്യുന്നത്, അത് എന്തൊക്കെ പറഞ്ഞു തരുന്ന നമ്മ യൂസ് ചെയ്യുന്നത് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൊരു ഗ്രൂപ്പിൽ ആഡായി കഴിഞ്ഞിട്ട് ഇതിലൊരു
ഒരു ഒരു ലെവലിന് ശേഷം അതിലൊരു മെമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഗ്രൂപ്പിന്റെ പേര് മാറ്റി ഒന്നുകിൽ ബിറ്റ് കോയിൻ, ഈ കോയിൻ ഉണ്ടല്ലോ, ഈ കോയിന്റെ ഗ്രൂപ്പായിട്ട് മാറും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രൊമോട്ട് ചെയ്യേണ്ട ഗ്രൂപ്പ് മാറി കഴിഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് മാറും. ഇത് അവർ വിൽക്കുന്നതാണ്, വേറൊരു ടീമിന് വേണ്ടിയിട്ട് വിൽക്കുന്നതാണ്. അതായത് 10,000 15,000 സബ്സ്ക്രൈബറും അതേപോലെ തന്നെ ഫോളോവേഴ്സും ആ ഗ്രൂപ്പിന് കിട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു ടീമിന് വിൽക്കും, അവർ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് വിൽക്കും. അതേപോലെ തന്നെയാണ് ഇതും. ഇതൊരു 10,000 15,000 ആൾക്കാരായി കഴിഞ്ഞാൽ നമ്മ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന് പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ പേര് മാറിയിട്ട് ഇങ്ങനെയുള്ള അശ്ലീലപരമായിട്ടുള്ള വേറൊരു ഗ്രൂപ്പിന്റെ പേര് മാറുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ അഡ്മിന് അതിൽ ഉള്ളവരെ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോ ടെലിഗ്രാമിൽ ഫോട്ടോ വെച്ച് കഴിഞ്ഞാലോ അവരുടെ ഫോൺ നമ്പർ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാത്തിനുള്ള ചാൻസ് ഇങ്ങനെയുണ്ട്. ഈ ടെലിഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന പോലെയായിട്ടാണ് ഇങ്ങനെയുള്ള സൈബർ ക്രൈം, ഈ സെക്ഷലി ഉള്ള സൈബർ ക്രൈം നടക്കുന്നത് ടെലിഗ്രാമിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ cybercrime.government.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ കംപ്ലൈന്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഫോം വരും. ഈ ഫോമിൽ കുറെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ലോക്കലായിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷന്റെ അതിന്റെ പോസ്റ്റൽ അഡ്രസ്സ് നമ്മൾ കളക്ട് ചെയ്യണം. അതേപോലെ തന്നെ CAയുടെയോ SIയുടെ നമ്പർ നമ്മൾ കളക്ട് ചെയ്യണം. ആ പോലീസ് സ്റ്റേഷന്റെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മുടെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ട് ഇത് കളക്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഈ കേസ് രജിസ്റ്റർ ചെയ്യുക. കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ചോദിക്കും. ഈ SIയുടെ അഡ്രസ്സോ അല്ലെങ്കിൽ CAയുടെ അഡ്രസ്സോ അതിന്റെ പോസ്റ്റൽ അഡ്രസ്സോ ഇമെയിൽ അഡ്രസ്സോ ചോദിക്കും. അപ്പൊ നമ്മൾ അതിൽ ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുക. കേസ് രജിസ്റ്റർ കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഏത് ലോക്കൽ പോലീസ് സ്റ്റേഷനാണോ ഇമെയിൽ കൊടുത്തത് ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യും ഡൽഹിയിൽ നിന്ന്. നമ്മൾ ഇത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്കൊരു അക്നോളജ്മെന്റ് കൊടുക്കും, ഒരു PDF ഫയലിന്റെ അക്നോളജ്മെന്റ്. അതിന് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ പ്രിന്റ് എടുത്തിട്ട് നേരെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലൈന്റ് അവിടെ രജിസ്റ്റർ ചെയ്യണ്ടാവും. അതിനുശേഷമുള്ള കാര്യങ്ങൾ പോലീസുകാർ നോക്കിക്കോളും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനുള്ള ആരൊക്കെയാണോ കേസിൽ എന്താണ്, ഏത് ഗ്രൂപ്പാണോ, ഏത് ടെലിഗ്രാം ഗ്രൂപ്പാണോ, അല്ല ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പാണോ, അല്ല വാട്സാപ്പ് ഗ്രൂപ്പാണോ, ഫേസ്ബുക്ക് ഗ്രൂപ്പാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യപരമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആരും ഇതൊക്കെ നാണക്കേടല്ല, ഇതൊക്കെ 10 ആൾ എറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, ആരും ഇത് മൂടി പൊതിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. ഇത് പുറത്തേക്ക് വന്നിട്ട് ഇതിനൊക്കെ കനത്തയായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ക്രൈമുകൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് അവനെ ജീവിതാവസാനം വരെ അവനെ പുറത്തേക്ക് വരാതിരിക്കാനുള്ള എല്ലാ കേസുകളും അവന്റെ മുകളിൽ ചുമത്തിയിട്ട് അവനെ പുറത്തേക്ക് വരാതിരിക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കേസുകൾ അടങ്ങൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പെൺകുട്ടികളോട് അവയർനെസ് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം വാട്സപ്പിൽ നിങ്ങൾ ഫോട്ടോ ഇടരുത്, അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോട്ടോ ഇടരുത്, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വീഡിയോ ഇടരുത്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടരുത്, ഫോട്ടോ ഇടരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമില്ല. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ സോഷ്യൽ മീഡിയയിൽ ആണുങ്ങൾ ഇടുന്ന പോലെ പെൺകുട്ടികൾ ഇടണം. പക്ഷെ ഇവന്മാരെയാണ് ഫസ്റ്റ് അറസ്റ്റ് ചെയ്തേണ്ടതും നിലക്ക് നിർത്തേണ്ടതും. അല്ലാതെ ഇവര് പെൺകുട്ടികളെ പോസ്റ്റ് ഇടേണ്ട പറഞ്ഞ അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അവരുടേതായ സന്തോഷങ്ങൾ ഉണ്ടാവില്ലേ. കുറച്ച് ആൾക്കാർ, നല്ലവരായ ആൾക്കാരുണ്ടാവില്ല, അവര് കാണുന്നില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഒരു സിനിമയിലെ അവസരമോ ഈ റീൽസ് ഇടുന്നതുകൊണ്ടായിരിക്കും സിനിമയിലെ അവസരമോ മറ്റുള്ള കൂടുതൽ ബെനിഫിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാം. ഇത് ഇവർക്ക് ഇങ്ങനെയുള്ള ഈ ഞരമ്പ് രോഗികൾ ഇതൊക്കെ മുതലാക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് പോസ്റ്റ് ഇടാനോ ഫോട്ടോ ഇടാനോ കഴിയില്ലല്ലോ. ഇങ്ങനെ നമ്മളെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് കുറച്ച് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഫോട്ടോ ലീക്ക് ആവുന്നുണ്ടോ, ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോ,
ആരും വിശ്വസിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് ഈ കാലഘട്ടത്തിൽ ഒരുത്തനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. ഇതിനെ കണ്ടില്ലേ, ഫാമിലി മെമ്പറാ ഈ നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന ഈ അലവലാതി. ഇവൻ സ്വന്തം ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിന്റെ ഫോട്ടോ ആണ് മോർഫ് ചെയ്തിട്ട് ടെലിഗ്രാം ചാനലിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളെ വിശ്വസിക്കാതിരിക്കുക ഫസ്റ്റ്, അതാണ് മസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇത്രയ്ക്കാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജാഗരൂകരായിരിക്കാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.